ഡൽഹിയിൽ വെച്ചായിരുന്നു എൻ്റെ ഇതിൻ്റെ എൻട്രൻസിൻ്റെ ലൊക്കേഷൻ. ഞാൻ ഡൽഹിയിൽ വെച്ച് എഴുതി. എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ഞാൻ ഇവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വളരെ നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. നന്നായിട്ട് പോയി. ഡൽഹിയിൽ വെച്ചായിരുന്നു ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് എല്ലാവിധ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടായിരുന്നു ഡൽഹി സെൻട്രൽ എക്സാം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂ ഏറ്റവും നല്ല ഫെസിലിറ്റീസും ഏറ്റവും നല്ല നമ്മളെ കംഫർട്ടാക്കുന്ന രൂപത്തിലായിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഡ്രീം ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ആ ഡ്രീമിനെ തുടർന്നും പെർസ്യൂ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഞങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങളുടെ എല്ലാം ജേർണി അത്ര എളുപ്പമായിരുന്നില്ല. ഉറച്ച ലക്ഷ്യം ഉണ്ടായിരിക്കണം, ബോധ്യം ഉണ്ടായിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന്. ഇത് പെട്ടെന്ന് കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിൽ ആവാം, സെക്കൻഡിൽ ഫെയിൽ ആവും. അപ്പോൾ നമ്മളുടെ ആ ഒരു നിശ്ചയദാർഢ്യം, നമ്മൾക്ക് ആ ഡ്രീം പെർസ്യൂ ചെയ്യാനുള്ള ആ ഒരു ഡിറ്റർമിനേഷനാണ് നമ്മൾ ഈ ജേർണിയിൽ അൾട്ടിമേറ്റ് ആയിട്ട് സക്സസ്സിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ ഒരു അക്കാഡമി ഉള്ളത് നിങ്ങൾക്ക് എന്തുകൊണ്ടും ഒരു അനുഗ്രഹമാണ്. എല്ലാവർക്കും നിങ്ങൾക്ക് പലപ്പോഴും പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും പഠിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥ ഇനി ഉണ്ടാവില്ല. അപ്പോൾ അതിന് യു ഹാവ് ടു ബി റിയലി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഐ എം വെരി ഓണേർഡ് ടു ഷെയർ ദ സ്റ്റേജ് ഇൻ ദിസ് പെർട്ടിക്കുലർ അക്കാഡമി. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ട്രിവാൻഡ്രത്ത് കിട്ടുന്നത് പോലെയുള്ള ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഡൽഹിയിലോ ട്രിവാൻഡ്രത്തോ മൈക്കിൾ പറഞ്ഞ പോലെ പോകേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ കിട്ടും. പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടാവാം. ആ പരാധീനങ്ങളൊക്കെ മാറ്റിവെച്ച് പ്രിപ്പറേഷനുള്ള ഒരു എക്കോസിസ്റ്റമാണ് ഒരുക്കി തരുന്നത്.